കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. എങ്കിലും ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക വിജയം കൈവരിക്കുവാൻ വേണ്ടി കോൺഗ്രസും മറ്റു പാർട്ടികളും ഏറ്റുമുട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി പറയുവാൻ സാധിക്കുന്നത് കേരളം തന്നെയാണ്. കേരളത്തിൽ CPM-ഉം അല്ലെങ്കിൽ CPI-യും കോൺഗ്രസും ഒക്കെ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാതിരിക്കുവാൻ വേണ്ടി കാര്യമായ രീതിയിൽ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി മുൻപോട്ട് പോകുന്നു. എന്നാൽ കേരളത്തിൽ BJP ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ആര് വിജയിച്ചാലും, അതായത് CPM-ഓ CPI-യോ കോൺഗ്രസോ ആരാണോ വിജയിക്കുന്നത്, ഈ രണ്ട് കക്ഷികളിൽ ആര് വിജയിച്ചാലും അത് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ബാങ്കിലേക്ക് തന്നെ പോകുന്നതാണ്, അല്ലെങ്കിൽ അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ചേരുന്നവരാണ്. പിന്നെ എന്തിനാണ് അവർ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നതെന്ന്? സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും രണ്ട് തട്ടിൽ നിന്ന് കാലങ്ങളായി മത്സരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദേശീയ തലത്തിലൊരു ധാരണയുണ്ടെങ്കിൽ പോലും സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധമായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇടതുപക്ഷവും പരസ്പരം മത്സരിക്കേണ്ട ആവശ്യകത കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് പശ്ചിമ ബംഗാളിലും ഉള്ളത്. BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളുമായി സഖ്യം രൂപീകരിച്ച കോൺഗ്രസ് കേരളത്തിലെ പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ സഖ്യത്തിന് വേണ്ട രീതിയിലുള്ള ഒരു രൂപം പ്രാപിക്കുവാൻ സാധിച്ചില്ല. പശ്ചിമ ബംഗാൾ കാലങ്ങളായി അടക്കി വാഴുന്ന മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജി ആദ്യഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന് കൈകൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും പിന്നീട് പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ ചർച്ചകൾക്കുള്ളിലെ പല അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാലും BJP-യുമായി യാതൊരു തരത്തിലുള്ള കച്ചവടത്തിനോ യാതൊരു തരത്തിലുള്ള ചേരലിനോ നിൽക്കില്ല എന്ന് മമതാ ബാനർജി പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് പാർട്ടിക്ക്, അതായത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാട് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് 90% അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് പറയാമായിരുന്നു. അതേ സന്ദർഭത്തിലാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഹൂഗ്ലിയിലെ ഒരു പൊതുവേദിയിൽ വെച്ച് തനിക്ക് പറയുവാനുള്ള തൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞത്. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് പ്രാദേശിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരസ്പര പോരാട്ടമാണ്. ഇവിടെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രണ്ട് തട്ടിൽ നിന്ന് മത്സരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ദേശീയ തലത്തിൽ ആരധികാരത്തിലെത്തണമെന്നൊരു ചോദ്യം ഉയരുമ്പോൾ അവിടെ പുറത്തു നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് തന്നെയാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തൃണമൂൽ കോൺഗ്രസിനെ നഖങ്ങളും പല്ലുമൊക്കെ ഉപയോഗിച്ച എന്ന തരത്തിൽ തന്നെ ആക്രമിക്കുന്ന ഒരു ശൈലി പശ്ചിമ ബംഗാളിലെ PCCക്ക് ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ PCC അധ്യക്ഷനായ അധിർ രഞ്ജൻ ചൗധരി മമതാ ബാനർജിയെ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം വെച്ച് രൂക്ഷമായി ആക്ഷേപിക്കുകയും ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ മമതാ ബാനർജിയുടെ ഹൂഗ്ലിയിൽ വെച്ചുള്ള ഈ പ്രസംഗത്തെ അനുബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: कहाँ से अंदर बाहर कैसे क्या करेंगे उनकी पता कर लो, उनसे पूछ लो। मैं उनसे भरोसा नहीं करते, गठबंधन छोड़ के भागी उन्होंने, उनकी बातों पे कोई भरोसा नहीं। अगर BJP की तरफ ज्यादा भारी रहे तो उस तरफ भी जा सकते। मुझे उनके ऊपर कोई भरोसा नहीं कि गठबंधन तोड़ने वाली ममता बनर्जी सबने देखा है। लेकिन आरोप लगा रहे हैं कि यहाँ के जो लोकल कांग्रेस तो जब गठबंधन बन रहे थे उस समय आरोप लगाना चाहिए था ना। मैं तो कभी उनके साथ बदसलूकी नहीं किया, मेरा रुख स्पष्ट है। गठबंधन बनने की पहले भी ये रुख स्पष्ट थी, आज भी रुख स्पष्ट है। अभी बहानाबाजी करना बेकार है। ये अभी कहीं दुहाई देना ठीक नहीं है। और दुहाई देने के चलते कांग्रेस पार्टी को हिंदुस्तान में खत्म करने की बात कर रहे थे कि कांग्रेस 40 से ज्यादा सीट मिलेगा ही नहीं, कांग्रेस खत्म हो चुके हैं। अभी दुहाई देना शुरू कर दी। इसका मतलब ये कि कांग्रेस पार्टी और दूसरे गठबंधन जो है, कांग्रेस पार्टी के साथ दूसरे जो गठबंधन है वो सत्ता पे आ रहे हैं। इसके लिए अभी मतलब जिसको कहते हैं कि लाइन लगाना शुरू कर दिया है ममता बनर्जी। चलो ने कहा है कि अगर इंडिया अलायंस बनती हुई है तो उसको बाहर से सपोर्ट करेंगे, कहाँ से अंदर बाहर कैसे क्या करेंगे उनकी पता कर लो, उनसे पूछ लो।
मैं उनसे भरोसा नहीं करते, गठबंधन छोड़ के भागी उन्होंने, उनकी बातों पे कोई भरोसा नहीं। अगर बीजेपी की तरफ ज्यादा भारी रहे तो वो उस तरफ भी जा सकते। मुझे उनके ऊपर कोई भरोसा नहीं कि गठबंधन तोड़ने वाली ममता बनर्जी सबने देखा है। लेकिन आरोप लगा रहे हैं कि यहाँ के जो लोकल यूनिट कांग्रेस हो चाहे तो जब गठबंधन बन रहे थे उस समय आरोप लगाना चाहिए था ना। मैं तो कभी उनके साथ बदसलूकी नहीं किया। मेरा रुख स्पष्ट है। गठबंधन बनने की पहले भी ये रुख स्पष्ट थी, आज भी रुख स्पष्ट है। अभी बहानाबाजी करना बेकार है। ये अभी कहीं दुहाई देना ठीक नहीं है। और दुहाई देने के चलते कांग्रेस पार्टी को हिंदुस्तान में खत्म करने की बात कर रहे थे कि कांग्रेस 40 से ज्यादा सीट मिलेगा ही नहीं, कांग्रेस खत्म हो चुके हैं। अभी दुहाई देना शुरू कर दी। इसका मतलब ये कि कांग्रेस पार्टी और दूसरे गठबंधन जो है, कांग्रेस पार्टी के साथ दूसरे जो गठबंधन है वो सत्ता पे आ रहे हैं। इसके लिए अभी मतलब जिसको कहते हैं कि लाइन लगाना शुरू कर दिया ममता बनर्जी। चलो, താൻ മമതാ ബാനർജിയെ വിശ്വസിക്കുന്നില്ല. അവർ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കുമെന്ന് ഇപ്പോൾ പറയും. എന്നാൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഏറെ എൻ ഡി എക്കാണെന്ന് തോന്നിയാൽ അവർ നാളെ ബി ജെ പിയിലേക്ക് പോകും. അതായത് ഇന്നത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന പശ്ചിമ ബംഗാളിലെ ശക്തരായ ഒരു പാർട്ടി അധികാരം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ ഇന്ത്യ സഖ്യത്തോടൊപ്പവും, അല്ല എൻ ഡി എക്കാണെങ്കിൽ ബി ജെ പിക്കൊപ്പവും നിൽക്കും എന്നതിൽ അടിവരയിട്ട് പറയുകയാണ് അതിരഞ്ജൻ ചൗധരി. സ്വാഭാവികമായും പ്രത്യക്ഷമായി കോൺഗ്രസിനോട് ഒരു അനുഭാവം പ്രകടിപ്പിക്കാത്ത മമതാ ബാനർജി പരോക്ഷമായി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പലകുറി മനസ്സിലാക്കി കൊടുത്തതാണ് ഇന്ത്യ സഖ്യത്തിന്. ഈ സന്ദർഭത്തിലാണ് പശ്ചിമ ബംഗാളിന്റെ PCC അധ്യക്ഷനായ അതിരഞ്ജൻ ചൗധരിയുടെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇന്ത്യ സഖ്യത്തിനെയും കോൺഗ്രസിനെയും വെട്ടിലാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ബി ജെ പിക്ക് അത്രമേൽ വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകൾ വാരിക്കൂട്ടുക എന്ന ഉദ്ദേശ ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഒപ്പം ബി ജെ പിക്ക് വേരുകളുള്ള സംസ്ഥാനങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകൾ വിജയിച്ചു വരുവാൻ വേണ്ടി കൂടിയാണ് പ്രാദേശിക തലത്തിലും അല്ലാതെയും അവിടെ കരുത്ത് തെളിയിച്ചു നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയെ പോലെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക മേഖലകളിലെ അല്ലെങ്കിൽ പ്രാദേശിക ഇടങ്ങളിലെ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ മമതാ ബാനർജി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും പുറത്തു നിന്നുകൊണ്ട് പിന്തുണ അർപ്പിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിരഞ്ജൻ ചൗധരിയുടെ ഈ ആരോപണം പാർട്ടി കാര്യമായി തന്നെ വിലക്കിയിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന വേളയിൽ അതിരഞ്ജൻ ചൗധരിക്ക് കൃത്യമായ താക്കീത് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പാർട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ആ പാർട്ടി തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കുമ്പോൾ അതിനെ അനുസരിക്കുക എന്നുള്ളത് ഓരോ അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കടമയാണ്. അത് അനുസരിക്കുവാൻ കഴിയാത്തവർ പാർട്ടി വിട്ട് പുറത്തു പോകണം എന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് വ്യക്തമാക്കിയത്. അതായത് പ്രത്യക്ഷമായാണെങ്കിലും പരോക്ഷമായാണെങ്കിലും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയെ, ഒരു ദേശീയ മുഖമായി നിൽക്കുന്ന നേതാവിനെ ആക്ഷേപിക്കുവാനോ ആരോപണം ഉയർത്തുവാനോ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനായാലും ചെയ്യുവാൻ പാടില്ല എന്ന് അടിവരയിട്ട് പറയുന്നു മല്ലികാർജ്ജുന ഖാർഗെ. പക്ഷേ പ്രാദേശികപരമായ നിലനിൽപ്പിന് വേണ്ടി കോൺഗ്രസിന് PCC അധ്യക്ഷനായ അതിരഞ്ജൻ ചൗധരിക്ക് ഇത്തരത്തിൽ പല പ്രസ്താവനകളും ആരോപണങ്ങളും നടത്തേണ്ടതായുണ്ട്. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആരോപണമോ പ്രസ്താവനകളോ പുറത്തു വന്നാൽ അത് ബാധിക്കുക കേവലം പശ്ചിമ ബംഗാളിനെ മാത്രമല്ല, ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പാർട്ടികളും ശക്തരായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലും ഒപ്പം പശ്ചിമ ബംഗാളിലെ വലിയൊരു പിന്തുണയുമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് കോൺഗ്രസിനുള്ളിലും ഇന്ത്യ സഖ്യത്തിനുള്ളിലും ഉണ്ടാക്കിയ ആശങ്ക ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഭാഷയിൽ മല്ലികാർജ്ജുന ഖാർഗെ അതിരഞ്ജൻ ചൗധരിക്ക് താക്കീത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4ാം ഘട്ട തെരഞ്ഞെടുപ്പും അവസാനിച്ചതിന് ശേഷം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. 10 വർഷമായി രാജ്യം ഭരിച്ച NDA സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി ഇന്ത്യ സഖ്യത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിക്കുക എന്നൊരു മോഹം കോൺഗ്രസിനുള്ളിലുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുവാൻ തൽപരരായ നിരവധി പേർ സഖ്യകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളും പൂർത്തീകരിച്ച് വിജയകസേരയിലേക്ക് എത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളത്. അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിനെയും കോൺഗ്രസിനെയും ഒക്കെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് അതിരഞ്ജൻ ചൗധരി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ
മമതാ ബാനർജിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഇനി വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അതിരഞ്ജൻ ചൗധരിയുടെ ഈ പ്രസ്താവനയും ആരോപണവും ഒക്കെ ഏതൊക്കെ രീതിയിൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിനെയും ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്.